ഏതായാലും നമുക്ക് കാസർഗോഡ് എന്താ സാഹചര്യം നോക്കാം. കാസർഗോഡ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കർശന സുരക്ഷയൊരുക്കാൻ ജില്ലാ ഭരണകൂടം. കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും വോട്ടിംഗ് ഏജന്റുമാർക്കും QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. വോട്ടിംഗ് കേന്ദ്രത്തിന് സമീപം നിരോധനാജ്ഞയെന്നും പ്രഖ്യാപിച്ചു. പെരിയ കേന്ദ്ര സർവകലാശാലയിലാണ് വോട്ടെണ്ണൽ. 4 നിര സുരക്ഷാ പരിശോധനാ സംവിധാനമാണ് കാസർഗോഡ് ഒരുക്കിയിട്ടുള്ളത്. പെരിയ കേരള കേന്ദ്ര സർവകലാശാലയിലെ 3 ബ്ലോക്കുകളിലായാണ് 7 നിയോജക മണ്ഡലങ്ങളെ വോട്ടെണ്ണുക. കറക്റ്റ് 8:30 അതേ സമയത്ത് തന്നെ തുടങ്ങും. പോസ്റ്റൽ വോട്ട് ഇതുവരെയ്ക്കും നമുക്ക് 10,988 ആണ് കിട്ടിയിരിക്കുന്നത്. അതല്ലാതെ സർവീസ് പേഴ്സണൽക്കുള്ള ETBBS ഇന്നലെ വരയ്ക്കും 1,637 കിട്ടിയിരിക്കുന്നത്. ഏജന്റ് കൗണ്ടിംഗ് സ്റ്റാഫ് എല്ലാം 6 മണിക്ക് തന്നെ റിപ്പോർട്ടിംഗ് പറഞ്ഞിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കും വോട്ടിംഗ് ഏജന്റുമാർക്കും QR കോഡ് പതിച്ച തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കി. 2200 പേർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്തരമൊരു സുരക്ഷാ സംവിധാനം. സർവ്വഭാരത് എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് ഇതിനുള്ള പ്രവേശ ആപ്പ് സജ്ജമാക്കിയത്. ക്രമസമാധാന പരിപാലനത്തിന് 1200 പോലീസുകാരെയും നിയോഗിച്ചിട്ടുണ്ട്. ലോ ആൻഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു 1200 പേരുടെ ഒരു സ്കീം തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസ് ഓഫീസേഴ്സിൻ്റെ ജില്ലയിലെ എല്ലാ പോലീസ് ഓഫീസേഴ്സിനെയും മൊബിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോലീസിനെ കവർ ചെയ്യുന്നുണ്ട്. സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ ഉണ്ടായിരിക്കും, അതുപോലെ പെട്രോളിംഗ് ഉണ്ടായിരിക്കും, പിക്കറ്റ് പോസ്റ്റുകൾ ഉണ്ടായിരിക്കും. പ്രശ്നസാധ്യത കണക്കിലെടുത്ത് ആഹ്ലാദ പ്രകടനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. വൈകിട്ട് 6 മണി വരെ മാത്രമാണ് പ്രകടനം നടത്താൻ അനുമതിയുള്ളത്. റിപ്പോർട്ടർ, കാസർഗോഡ്.